അപ്പോൾ ഒരു തേങ്ങാപ്പാൽ ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. എണ്ണ ചൂടാക്കുക, പട്ട, കറാമ്പൂ, ഏലക്ക ഇട്ട് പൊട്ടിക്കുക, സവാള ഇട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമണം മാറുമ്പോൾ ഒരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം പൊടികളായ 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല 1.5 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി ആവശ്യത്തിന് മാത്രം ഇടാം. ഞാനിപ്പോൾ കുറച്ച് എരിവ് കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട്, ഒന്ന് നോക്കിയിട്ട് ഇടുക കേട്ടോ. അതിന് ശേഷം തേങ്ങാപ്പാൽ, ഇത് 1ാം തേങ്ങാപ്പാലാണ്, 2ാം തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തതാണ്. ഇനി ഈ ഒരു തേങ്ങാപ്പാലിൽ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഒരു നേരത്തിന് ഉണ്ടാക്കിയത് സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. അവസാനം മല്ലിയിലയും കൂടി തൂവിയ അടിപൊളിയാണ്. ചപ്പാത്തിക്കും പത്തിരിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷനിൽ